തൃത്താലയുടെ മുഖച്ഛായ മാറുകയാണ്. കുണ്ടും കുഴിയും നിറഞ്ഞ വഴികൾ പഴങ്കഥയാക്കി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്മൂത്ത് റോഡുകളിലൂടെ ഇനി തൃത്താലക്കാർക്ക് യാത്ര ചെയ്യാം. യാത്രക്ക് നല്ല പറ്റിയ റോഡുകളായിരുന്നു. ഏറ്റവും നല്ല വികസനം തന്നെയാണ് ഇപ്പോൾ റോഡുകളൊക്കെ. നല്ല റോഡാണ്, മാറി നിൽക്കാനൊക്കെ സൈഡൊക്കെ ഉണ്ട്, നല്ല സൂപ്പർ അഭിപ്രായങ്ങളാണ്. അതുകൊണ്ട് ഇപ്പം ഞങ്ങൾക്ക് നടക്കാനും സൗകര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാ ഭാഗത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ട്. നല്ല റോഡുകളും നല്ല വികസനങ്ങളാണ് ഞാൻ പോകുന്നിടത്ത് കാണുന്നത്. തൃത്താല മണ്ഡലം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാകുന്ന ഒന്നാണ് തൃത്താലയിലെ മിന്നിത്തിളങ്ങുന്ന റോഡുകൾ. LDF സ്ഥാനാർത്ഥി MB രാജേഷ് തന്റെ കാലാവധിക്കുള്ളിൽ പൂർത്തിയാക്കിയ വിസ്മയിപ്പിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. വെറും വാക്കുകളല്ല, 292.7 കോടി രൂപ ചിലവഴിച്ച് നവീകരിച്ച 270 റോഡുകളാണ് തൃത്താലയുടെ മുഖച്ഛായ തന്നെ മാറ്റിയിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലെ റോഡുകളെ വെല്ലുന്ന തരത്തിൽ നവീകരിച്ച ഈ റോഡുകളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ഒപ്പം ഇവിടുത്തെ വോട്ടർമാരുടെ അഭിപ്രായങ്ങളും നേരിട്ട് ചോദിച്ചറിയാം. ചേച്ചി, ഇപ്പോൾ തൃത്താല മണ്ഡലത്തിലെ റോഡുകളെ പറ്റിയുള്ള ചേച്ചിയുടെ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. ഞാൻ ഇവിടെ 14 വർഷമായി ടിക്കറ്റ് ഇട്ട് വരെ തുടങ്ങി. ഇവിടെ ഈ 5 വർഷം എനിക്ക് നല്ല റോഡുകളും നല്ല വികസനങ്ങളാണ് ഞാൻ പോകുന്നിടത്ത് കാണുന്നത്. ഒരുപാട് മാറ്റമുണ്ട്. സൗകര്യങ്ങളും സൂപ്പർ, എല്ലാം സൂപ്പർ, മൊത്തം അടിപൊളിയാണ്. പെൻഷൻ കിട്ടിയിട്ടുണ്ട്, അത് മാസം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് മരുന്ന് മേടിക്കുന്നുണ്ട്, അരി റേഷൻ പിടിയിൽ കിട്ടിയിട്ടുണ്ട്, അത് ഞങ്ങൾ ഭക്ഷിക്കണമുണ്ട്. റോഡുകളൊന്നും വലിയ കുഴപ്പമില്ല. പിന്നെ ഇപ്പം എന്താ ഞങ്ങൾക്ക് ഒക്കെ അടിപൊളിയാണ്. മണ്ഡലത്തിലെ റോഡ് ശൃംഖലയെ അടിമുടി പരിഷ്കരിച്ചുകൊണ്ട് വമ്പിച്ച വികസനമാണ് തൃത്താല മണ്ഡലത്തിലുടനീളം പൂർത്തിയായിരിക്കുന്നത്. 244 കോടി രൂപ ചിലവഴിച്ച് 27 പ്രധാന PWD റോഡുകളാണ് നവീകരിച്ചത്. കൂറ്റനാട് പടിഞ്ഞാറങ്ങാടി റോഡ്, എഞ്ചിനീയർ റോഡ്, ആനക്കര റോഡ്, ആനക്കര ചേകന്നൂർ റോഡ്, പൂനാമുച്ചി കാഞ്ഞിരത്താണി റോഡ്, കൂറ്റനാട് പെരിങ്ങോട് റോഡ്, പെരിങ്ങോട് കറുകപുത്തൂർ റോഡ്, ആലൂർ ചിറ്റപ്പുറം റോഡ്, പടിഞ്ഞാറങ്ങാടി പറക്കുളം റോഡ്, കൂട്ടുപാത വട്ടുള്ളി റോഡ് എന്നിങ്ങനെ 27 PWD റോഡുകളാണ് 244 കോടി രൂപ ചിലവഴിച്ച് നവീകരിച്ചത്. എല്ലാ റോഡുകളും റോഡ് എന്ന് പറഞ്ഞാൽ നല്ല യാത്രക്ക് നല്ല പറ്റിയ റോഡുകളായിരുന്നു. കുഴപ്പമില്ല, നല്ല റോഡാണ്. എല്ലാത്തിനും സൗകര്യമുണ്ട് റോഡിൽ. എല്ലാ ഇതിനും സൗകര്യങ്ങളുണ്ട്. എല്ലാ ട്രാഫിക്കുകളും പാലിച്ച് പോകാനുള്ള ഒരു റോഡാണ് ഇപ്പോൾ തൃത്താലയിൽ. ഒരു റോഡിനും കുഴപ്പമില്ല, നല്ല റോഡാണ്, മാറി നിൽക്കാനൊക്കെ സൈഡൊക്കെ ഉണ്ട്, നല്ല സൂപ്പർ അഭിപ്രായങ്ങളാണ്. അതുകൊണ്ട് ഇപ്പം ഞങ്ങൾക്ക് നടക്കാനും സൗകര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാ ഭാഗത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല സൂപ്പർ റോഡ്, എല്ലാ സൗകര്യമുള്ള റോഡാണ്. ഇപ്പോൾ സൈഡിന് നമുക്ക് മാറി നിൽക്കണം വെച്ചാൽ ആ റോഡ് കിട്ടും. നമുക്കിങ്ങനെ അരിക്കലേക്ക് നിൽക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ട്, പിന്നെ ഒന്ന് മാറി നടക്കാനും ഉണ്ട്. പ്രധാന പാതകൾ മാത്രമല്ല, തൃത്താലയിലെ ഓരോ മുക്കിലും മൂലയിലുമുള്ള ഗ്രാമീണ റോഡുകൾക്കും പുതിയ ജീവൻ ലഭിച്ചു. 135 MLA ഫണ്ട് റോഡുകൾക്കായി 11 കോടി രൂപയും 7 LSGD റോഡുകൾക്കായി 16.5 കോടി രൂപയും വിനിയോഗിച്ചു കഴിഞ്ഞു. തീരദേശ മേഖലയിലെ 4 റോഡുകൾക്കായി 2 കോടിയിലേറെ രൂപയും, പ്രളയത്തിൽ തകർന്ന 37 റോഡുകളുടെ പുനരുദ്ധാരണത്തിനായി 3.64 കോടി രൂപയും അനുവദിച്ചു. കൂടാതെ 13.91 കോടി രൂപ ചിലവിൽ 60 ഗ്രാമീണ റോഡുകൾ കൂടി നവീകരിച്ചതോടെ തൃത്താലയിലെ യാത്രാ ക്ലേശത്തിന് ശാശ്വത പരിഹാരമായിരിക്കുകയാണ്. റോഡുകളെയൊക്കെ പറ്റിയുള്ള ചേച്ചിയുടെ അഭിപ്രായം എന്താ? മൊത്തത്തിൽ നന്നായിട്ടുണ്ട്. മുമ്പൊക്കെ വല്ല കുണ്ടുകുഴിന്നൊക്കെ ആയിരുന്നു, ഇപ്പോൾ വളരെ നന്നായിട്ടുണ്ട്. റോഡ് തന്നെയാണ്, സൗകര്യം, നല്ല വീതിയൊക്കെ ഉണ്ട്. ഇപ്പം നല്ല റോഡാണ്, നല്ല റോഡാണ്. അതെ, ഇപ്പോഴത്തെ തൃത്താലയിലെ റോഡുകളെയൊക്കെ കുറിച്ചുള്ള നിങ്ങളുടെ രണ്ടുപേരുടെ അഭിപ്രായം എന്താ? നല്ല അഭിപ്രായം തന്നെയാണ്. കുഴപ്പമില്ല, റോഡെല്ലാം നല്ല ഇതായിട്ട് പോകുന്നു, കുഴപ്പമൊന്നുമില്ല. കൊണ്ടുവന്നുണ്ട്. ഇത് ഏറ്റവും നല്ല വികസനം തന്നെയാണ് ഇപ്പോൾ റോഡുകളൊക്കെ. നല്ലൊരു കാര്യം തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായത്തിൽ. അതുള്ള റോഡാണ്, അടിപൊളി റോഡുകളാണ്, എല്ലാ സൗകര്യങ്ങളും. റോഡുകളൊക്കെ ഇപ്പം നല്ല റോഡുകളാണ്. ആകെ പൊട്ടിപ്പൊളിഞ്ഞിട്ട് അവസ്ഥയായിട്ട് വരുന്ന ഒരാളാണ്. നല്ല റോഡുകളാണ്. പറഞ്ഞ വാക്കിന് വികസനം കൊണ്ട് മറുപടി നൽകിയ MB രാജേഷിന്റെ കരുത്തിൽ തൃത്താലയിലെ ഓരോ ഗ്രാമീണ റോഡുകളും ഹൈവേ റോഡുകളെ വെല്ലുന്ന രീതിയിൽ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. തൃത്താലയിലെ ഈ വികസന തുടർച്ചയെ ജനങ്ങൾ എങ്ങനെ നെഞ്ചിലേറ്റുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാനാകും.